ഈ ഇമ്പോസ്റ്റർ സിൻഡ്രോം ഉള്ള വ്യക്തികൾക്ക് ഏറ്റവും കൂടുതലായി കാണുന്ന മറ്റൊരു ലക്ഷണമാണ് ഓവർ ജനറലൈസേഷൻ എന്ന് പറയുന്നത്. അത് എത്രയും അവർക്ക് കോമൺ ആണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ കൊച്ചിയിലെ അങ്ങാടിപ്പുറത്തൊക്കെ കാണുന്ന അത്രയും ബ്ലോക്ക് കാണില്ലേ, അത്രയും കോമൺ ആയിട്ട് അത് അവരിൽ കാണാൻ സാധിക്കും. ഈ ഓവർ ജനറലൈസേഷൻ എന്ന് വെച്ചാൽ അവർക്ക് ചെറിയൊരു കാര്യം കിട്ടുമ്പോൾ അവരതിനിങ്ങനെ ഊതിപ്പെരുപ്പിച്ചിട്ട് അവരുടെ ഒരു ലൈഫ് ഡിഫൈനിങ് റൂളാക്കി മാറ്റും അത്. ഇപ്പോൾ ഞാൻ വർക്ക് ചെയ്തിരുന്ന സ്ഥാപനത്തിൽ ഒരു കുട്ടി ഉണ്ടായിരുന്നു. ഇന്റർവ്യൂ ചെയ്തെടുത്തപ്പോൾ ചോദിച്ചതാണ് 4 വീലർ ലൈസൻസും 2 വീലർ ലൈസൻസും ഒക്കെ. പക്ഷേ എടുത്തു കഴിഞ്ഞപ്പോഴാണ് അറിയുന്നത് അവൻ 4 വീലർ ഓടിക്കില്ല. കാരണം എപ്പോഴോ 4 വീലർ ഓടിച്ചപ്പോൾ ചെറുതായിട്ട് എവിടെയോ തട്ടിയിട്ടുണ്ട്, പിന്നെ അവൻ അത് ഓടിക്കില്ല. അതുപോലെയാണ് ചിലരെങ്ങനെയാന്ന് വെച്ചാൽ ഒരു ഇന്റർവ്യൂ കിട്ടിയില്ലെങ്കിൽ ഇനി എനിക്ക് ജോലി കിട്ടില്ല എന്ന് വിചാരിക്കും. ജീവിതം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഉയർച്ച താഴ്ചകളിലൂടെ കടന്നു പോകുന്ന ഒരു സാധനമാണ്. അപ്പോൾ ഇത് നമ്മളെ ഡിഫൈൻ ചെയ്യുന്നില്ല. നിങ്ങളുടെ ഒരു എക്സ്പീരിയൻസ് നിങ്ങളെ ഡിഫൈൻ ചെയ്യുന്നില്ല. അപ്പോൾ നിങ്ങളുടെ ഗ്രോത്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഇറ്റ്സ് നോട്ട് അബൌട്ട് ബീങ് പെർഫെക്റ്റ്, ഇറ്റ്സ് അബൌട്ട് ബീങ് പെർസിസ്റ്റന്റ്. നിരന്തരമായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുക എന്നുള്ളിടത്താണ് ഇതുള്ളത്. അത് പെർഫെക്റ്റ് ആവുക എന്നുള്ളിടത്തല്ല ഗ്രോത്ത് കിടക്കുന്നത്.